സാറുമാരൊന്നും ഇല്ലെന്ന് അറിഞ്ഞത്. ഇന്ന് നമുക്ക് പൊളിക്കണം. നമ്മുടെ സ്കൂളുകാരല്ലയോ നമ്മളെ സന്തോഷിപ്പിക്കാൻ വിടുവോ? എന്തെങ്കിലും വള്ളി തരം ഒപ്പിച്ച് കാണും. ഏയ് പോടാ, അങ്ങനൊന്നുമില്ല. സാറുമാരില്ലല്ലോ, എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം. ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രം എന്തിനാ എവിടെ ഇരിക്കുന്നത്? സാറേ, സാറുമാരും ഇല്ല, എന്തോ ചെയ്യും? പാവം പിള്ളേര്, പഠിപ്പിക്കാൻ ആളൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ? പക്ഷേ ഞാനുണ്ടല്ലോ. അപ്പൊ തുടങ്ങുമല്ലേ? വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇന്ന് ക്ലാസ്സിൽ സാരന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്വിസ് മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഓരോ ക്ലാസ്സിൽ നിന്നും ഈ 2 കുട്ടികളെങ്കിലും പങ്കെടുക്കണമെന്ന് പറയുകയാണ്. എവിടെ പോന്ന്? ഈ ക്ലാസ്സിൽ നിന്ന് നീയേ ഉള്ളൂ. എടാ, ഈ ക്ലാസ്സിൽ നിന്ന് 2 പേര് പോയാ പോരാ, അതാരേലും പറഞ്ഞു വിടാം, നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. എന്റെ ബുദ്ധി കാരണം ഈ സ്കൂളിലെ മൊത്ത പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നതാട്ടോ. ഇനി ഇവന്മാരെ എല്ലാം കൂടെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഒറ്റ ഒരുത്തം പോരായോ. എടാ, നമ്മൾ ഇതൊന്നും അറിയാതെ എന്തോ കിഴക്കെ കാണിക്കാനാടാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും എഴുതി വെച്ചാ മതി. സുമേഷേ, എന്റെ ബർത്ത്ഡേ ഇല്ല ഇന്ന്? ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ ഞാൻ സ്റ്റാറ്റസ് കണ്ടതിന്റെ. ഇന്നെന്റെ ബർത്ത്ഡേ അല്ല, പിറന്നാള്. അല്ല, ഈ ബർത്ത്ഡേ തന്നെ ഇല്ലേ പിറന്നാള്? എടാ, ഇന്ന് ജൂലൈ 24 എന്റെ പിറന്നാള്. ഓഗസ്റ്റ് 4 ആകുമ്പോ എന്റെ ബർത്ത്ഡേ. മനസ്സിലായോ? അപ്പൊ നീ 2 വട്ടം ജനിച്ചാ? ഒന്നെന്തിയപ്പോ കുടം പഠിക്കാതെ വല്ല ബിരിയാണി മേടിച്ച് കുറേ. അവനുണ്ടെങ്കിൽ 2 ബിരിയാണി വേണ്ടി വരും. നീ ഒറ്റയ്ക്കാണെങ്കിൽ നിനക്ക് 2 ബിരിയാണി തിന്നാം. പാവോടാ, അവന്റെ ഈ പൈസ ഒന്നുമില്ല. അവൻ ബർത്ത്ഡേ ആകുമ്പോ ഒപ്പിക്കാന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവൻ ബർത്ത്ഡേക്ക് വല്ല മേടിച്ചു ഞാൻ എന്തായാലും ഒപ്പിച്ചുതരാം. ഇപ്പൊ വിട്ടേക്ക്. എടേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ അതുവഴിയാ വന്നത്. അപ്പൊ നിങ്ങളുടെ അമ്മ ഉണ്ടല്ലോ, എനിക്ക് ചെലവിന് തരാനൊന്നും പൈസ എന്റെ തന്നിട്ടുണ്ട്. ഞാനത് വെച്ച് ചെലവ് ചെയ്തോളാം. നിങ്ങളുണ്ട് പുളിയല്ലേ? അപ്പം ക്വിസ് മത്സരത്തിലേക്ക് ആരെങ്കിലും റെഡിയാണോ? അല്ലെന്ന് പറഞ്ഞാൽ നടത്താതിരിക്കത്തൊന്നും ഇല്ലല്ലോ. മണ്ട അടിച്ചാൻ പൊളിക്കും. അതാ പറഞ്ഞത്. ആരാടാ അത് പറഞ്ഞേ? ആരാ സംസാരിച്ച? സാറേ, വരരുചിയാ. വരരുചിയോ? അതിരുചി. അഭിരുചിയോ? അല്ല, മറ്റേ സാധനം തരും. ശരി. അച്ഛാ, ഏതാനാണെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻസ് പറയാൻ പോവാണ്. എല്ലാരും റെഡിയാണല്ലോ? അപ്പൊ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ കണ്ടുപിടിച്ച സംഖ്യ ഏത്? ആര്യഭട്ട് ഒരു ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ ഒരിക്കലും ചീപ്പായിട്ടുള്ള ഒരു സംഖ്യ കണ്ടുപിടിക്കത്തില്ല. കാരണം അങ്ങേർക്ക് തന്നെ ഒരു വ്യക്തിത്വമുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു വലിയ സംഖ്യ 1,02,50,90,99,000 കണക്ക്. ഈ സംഖ്യ ഉറപ്പാ, കൺഫേം. ഇത് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു പുള്ളിക്കാരൻ. ഒന്ന് പോടാ. എടാ, നാളെ നിനക്ക് ബിരിയാണി വാങ്ങിച്ചു. ഒന്ന് പോടാ മാറി, എനിക്കെങ്കിലും വേണ്ട നിന്റെ. സഹോ, ഞാൻ ഇല്ലെങ്കിൽ നീ ബിഗ് സീറോ ആണ്, ബിഗ് സീറോ. അപ്പൊ സമയം കഴിഞ്ഞു, എല്ലാരും എഴുതിയല്ലോ. അപ്പം ഉത്തരം പറയാൻ പോവാണ് 0. ആരൊക്കെയാ 0 എഴുതിയേ? സാറേ, 4 പൂജ്യം ഒന്നിച്ചെഴുതി വെച്ചാൽ കുഴപ്പമുണ്ടോ സാറേ? നീ വെട്ടി അങ്ങോട്ട് മുറാ. സാറേ, എന്തോ അതിന്റെ അകത്ത് ഉണ്ട് സാറേ പൂജ്യമൊക്കെ. സാറേ, ഞാൻ ഇത്രയും കറക്റ്റ് ആയിട്ട് എഴുതിക്കുന്നത്. വേണ്ടേ 0. വെരി ഗുഡ്. 1 മാർക്ക്. എന്തോത്തിനിരിക്കുക മോണ്ണ? എന്തോത്തിനിരിക്കുക? എടാ, നിന്റെ അടുത്തിരുന്ന് ഇറക്കം 1 മാർക്ക് മേടിച്ചാണ്ടോ? എടാ, എന്തായാലും ഒന്ന് എഴുതി വെക്കടാ. ഒന്നുമില്ല, നിന്റെ തന്തയുടെ പേരെങ്കിലും ഇതിനകത്തൊന്ന് എഴുതി പോയി. രണ്ടാമത്തെ ചോദ്യം, ഒരു വൃത്തത്തിന് എത്ര കേന്ദ്രങ്ങളുണ്ട്? ഞാൻ മുന്നേ പറഞ്ഞ ഉത്തരം തെറ്റാണ്. പക്ഷെ ഈ ഉത്തരം ഞാൻ തെറ്റിക്കത്തില്ല. കാരണം വട്ടത്തിന് ബിന്ദുവില്ല. കാരണം അത് 0 ആണ്. 0ക്കുണ്ടോ? 0യുടെ കൂട്ട് തന്നെയല്ലേ വട്ടം ഇരിക്കുന്നത്. അപ്പൊ 0 തന്നെ. സഹോ, നമ്മൾ 2 ശരീരമാണെങ്കിലും 1 മനസ്സാണ്. പഴം ഒന്നാണ്. സമയം കഴിഞ്ഞ് അപ്പൊ എല്ലാരും ആ പേന ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചേ. ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ഉത്തരം 1. എന്തോ പരിപാടി സാറേ? ഈ സർക്കിൾ എന്ന് പറയുന്നതിന് എവിടാ സെന്റർ ഇരിക്കുന്നത്? ചുമ്മാ. സാറേ, എന്റെ കറക്റ്റാ. ഈ ഇടം നീ പിന്നെയും കൊണ്ടുപോവാ. 1 പോയിന്റ് കൂടി. മണ്ണേശ്വരനെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. മോനെ അക്ഷയ്, നീ ഇത്ര പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. സാറേ, മറ്റേ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി. നീ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടോ? ഞാൻ അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഉത്തരം കൊണ്ടുപോകാം. ചുമ്മാ കൊഞ്ഞനെ കുത്തരുത് കേട്ടാ. സാറ് കളിയാക്കൊന്നും വേണ്ട. സ്റ്റുഡൻസിന് വേണ്ടിയേ ഒരു രാജ്യം മൊത്തം തെരുവിലിറങ്ങിയേക്കുവാ. അതുകൊണ്ട് ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട കേട്ടാ. അത് ആ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ. നിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമോ? ഇത്രയ്ക്ക് അതപ്പതിക്കത്തില്ലടാ നമ്മുടെ രാജ്യം. സാറേ, ഭാവി ഞാൻ നീറ്റ് എഴുതത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ആദ്യം നീ 1 മാർക്കെങ്കിലും മേടിക്കുക. ആരുടെയും കോപ്പി അടിച്ചിട്ടുമല്ലോ. സാറേ, അടുത്ത ക്വസ്റ്റ്യൻ പറ. എന്റെ കൈ ധരിക്കുന്ന അടുത്ത ആൻസർ എഴുതാൻ വേണ്ടി. വെരി ഗുഡ് മോനെ. എല്ലാവർക്കും പാടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2+2 എത്ര? അളിയ, നമ്മള് 2 എന്തുവാണോ? ഒന്ന് പോടാ. ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് എഴുതട്ടെ. ഞാൻ ഇച്ചിരി തിരക്കില്ല.
എടേ ഇത് പുള്ളി വളഞ്ഞു വല്ലതും ചോദിച്ചതായിരിക്കും. വളഞ്ഞു വല്ലതും ചോദിച്ചല്ലോ, എനിക്ക് എങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമില്ല. എനിക്ക് 2 മാർക്കുണ്ട്, ഞാൻ 4 എഴുതാൻ പോവാ. 2 2 4 അതാ ആൻസർ. അത് വരാൻ ചാൻസ്. 2 + 2 4 4 ആയിരിക്കത്തില്ല. 4 സ്ക്വയർ 16, 4 32. അങ്ങനെ പോകുമ്പോൾ ഇത് നേരെ ചൊവ്വയുള്ള ചോദ്യമല്ലേ ഇത്. തല തലക്കകത്ത് കൂടെ പുകച്ചിലിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരിക്കലും തലതിരിഞ്ഞ ചോദ്യമായതുകൊണ്ട് ഒരിക്കലും ഉത്തരവും കറക്റ്റ് ആവത്തില്ല. തലതിരിഞ്ഞ് തന്നെ എഴുതി വെച്ചാൽ എപ്പോഴും. ടൈം കഴിഞ്ഞു. പേന മാറ്റി വെച്ചേ. അപ്പൊ ഉത്തരം 4. ഞങ്ങള് 10 പഠിക്കുന്നവരാ, അല്ല LKG പഠിക്കുന്ന പിള്ളേരല്ല. എടാ നീ നേരെ 10ലോട്ടാണ് വന്നോ അതോ LKG കഴിഞ്ഞാണോ 10ലോട്ട് വന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻ തന്നെന്ന് പറഞ്ഞ് ഞാൻ എവിടം വരെ ചിന്തിച്ചെന്നറിയാവൂ. എടാ വവ്വാലിനുണ്ടായവനെ നീ ഇതോടെ 2 വവ്വാലിന്റെ കൂട്ടി വെച്ചേക്കുന്നേ. സാറേ ചിന്തിച്ച സ്ഥലങ്ങൾ മാറിപ്പോയി. തന്നേക്ക് സാറേ 4. ഓ വെരി ഗുഡ്, ഇന്റലിജന്റ്. 1 മാർക്ക് കൂടി. നീ ഈ സ്കൂളിന്റെ വരദാനമാണ്, വരദാനം. ആ മൊണ്ണേഷ്, നീ ഈ സ്കൂളിന്റെ അപമാനം. അപ്പൊ ഞാനോ സാറേ? നീ ഈ സ്കൂളിലെ മെയിൻ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വട്ടമുണ്ടല്ലോ ഞാൻ അവന്റെ നോക്കിയത്. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? സാറേ ഒരു ഡൗട്ട് പറവാനാക്ഷി, എന്താണ് ഡൗട്ട്? ഡൗട്ട് ചോദിക്കാൻ വന്ന മറന്നുപോയി സാറേ. ആൻസർ എനിക്ക് അറിയാം, എഴുതിക്കോളാം. ഓ ബ്രില്യന്റ്. അവൻ ആ ഉത്തരം കിട്ടാനുള്ള വെമ്പല്. ചിന്തിച്ചു കണ്ടുപിടിച്ചോ? എന്തിനു ചിന്തിക്കണം? സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോ നോക്കണമായിരുന്നു. അതിനുള്ള പോലും ബുദ്ധിയില്ലല്ലോ മഴക്കഴുതേ. എഴുതിക്കോ. എന്നോടാ കളി. അപ്പൊ ഉത്തരം വേമ്പനാണെന്ന് എനിക്കറിയാം. സാറേ ഉത്തരം 4 അല്ലയോ? 4 4 മൈല്. എടാ മന്ദബുദ്ധി, ആൻസർ നോക്കി എഴുതുമ്പോ ക്വസ്റ്റ്യൻ നമ്പർ അല്ല എഴുതി വെക്കണ്ട, ആൻസർ എഴുതി വെക്കണ്ട. ഇത് കുറെ അക്ഷരം കണ്ടോ, അത് എഴുതി വെക്കണ്ടായിരുന്നു. വേമ്പനാടൻ ഇരിക്കുന്നു, പോടാ. സാറേ ആൻസർ നൂറിനാടല്ലേ? അതെ, കറക്റ്റ് ആണ്. നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നൂറനാടാണ് കറക്റ്റ് ഉത്തരം. അക്ഷയ് നീ പൊളി. അപ്പൊ നമ്മുടെ ക്യൂസ് മത്സരത്തിൽ ജയിച്ച അക്ഷയ്ക്ക് നമ്മുടെ മുഹമ്മദ് ഷിയാസ് KSLന്റെ ഏറ്റവും നല്ലൊരു പ്ലെയർ ആണ്. ഇദ്ദേഹത്തിന് വേണ്ടുന്ന എൻഡോമെന്റ് കൊടുക്കുന്നത് വെറും തുകയല്ല, 10,000 രൂപയാണ്. 10,000 രൂപ പുള്ളി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നതിന് മുമ്പ് മേടിച്ചോ. 10,000 രൂപയുടെ ചെക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. 10,000 രൂപയുടെ. അല്ല ഭാവിയിൽ നിനക്ക് എന്താവാനാണ് ആഗ്രഹം? എനിക്ക് ISRO ഒരു സയന്റിസ്റ്റ് ആണ്, റോക്കറ്റ് വിടണം. അവനെ കൊണ്ടത് പറ്റും, അവന് നല്ലപോലെ പറ്റും. കാര്യം അവനൊരു ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വലിയൊരു റോക്കറ്റ് വിടണമെന്ന്, കനത്തില്. സാധ്യയുടെ മണ്ടയ്ക്ക് വീഴില്ല കേട്ടോ മോനെ, ഞങ്ങൾക്ക് ഇടയ്ക്ക് സിനിമയൊക്കെ കാണാറുണ്ട്. അല്ല ഇവിടെ വന്നിട്ടേ ഒരു ബ്രില്യന്റ് ആയിട്ടൊരു സ്റ്റുഡന്റിനെ കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം കേട്ടോ. സാറേ അക്ഷയെ സുമേഷിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. ഓ എനിക്ക് വയ്യ, പ്രിൻസിപ്പാളിന്റെ റൂമിൽ ചെന്നിട്ട് ആദരിക്കാനായിരിക്കും. എനിക്കറിയാം അവന്റെ കഴിവ് കണ്ടോ. അയ്യോ അതല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയം തോറ്റവരെ പ്രിൻസിപ്പാൾ റൂമിലോട്ട് വിളിക്കുന്നു. അതിനകത്ത് യുവമാരും ഉണ്ട്, മിക്കവാറും TC കൊടുക്കുമായിരിക്കും. സ്കൂള് മാറ്റണമെന്നൊക്കെയാ പറയുന്നത്.